ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ മുട്ട റോസ്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ കടല, പരിപ്പ്, പയർ ഒക്കെ അല്ലേ. അപ്പോൾ ഇന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് ഓർത്ത് മുട്ട എടുത്ത് ഞാൻ വേവിക്കാൻ വെച്ച്. അടുത്തത് അതിന് വേണ്ടുന്ന സവാള, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ എടുത്ത്, ഒരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, ഒരു 4 പച്ചമുളക്, വേപ്പില, ഇതെല്ലാം കൂടി നമുക്ക് അരിഞ്ഞു കൊണ്ടുവരാം കേട്ടോ. സവാളയും ചെറുതാക്കി അരിഞ്ഞ് നമുക്ക് അതിന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ട വെന്തട്ടാ, മുട്ടയുടെ തോലൊക്കെ കളയാം. ഞാൻ ഇനി ഇത് വേവിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ. പിന്നെ നമുക്ക് ആ പേസ്റ്റില്ലേ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായി വാടി കഴിയുമ്പോൾ നമുക്ക് ഈ സവാളയും പച്ചമുളകും വേപ്പിലയും ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. നല്ലോണം വടണം കേട്ടോ, നല്ലോണം വഴറ്റി കൊടുക്കണം. നന്നായി വാടിയാലേ ടേസ്റ്റുള്ള കേട്ടോ. ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. വാടി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് നന്നായി വാട്ടി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഇത് വാട്ടി കൊടുക്കാം. വാടിക്കഴിയുമ്പോൾ ആ തക്കാളി അരിഞ്ഞ് വെച്ചാൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം നമുക്ക്. നന്നായി വാടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഞാൻ മുട്ടയുടെ തോല് കളഞ്ഞിട്ടേ, മുട്ടയുടെ തോല് പൊളിച്ച് കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തു കഴുകിക്കൊണ്ടുവരാം കേട്ടോ. നന്നായി കഴുകിയിട്ടേ നമുക്കത് ഒന്ന് പൊളന്നു കൊണ്ടുവരാം കേട്ടോ. എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ എരിവ് പിടിക്കുള്ളൂ. അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പയ്യെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. നന്നായി മിക്സ് ചെയ്തിട്ടേ, എന്നാലേ അതിൻ്റെ ഉള്ളിലൊക്കെ ആ എരിവ് പിടിക്കുള്ളൂ. പിന്നെ നമുക്കിത് ചപ്പാത്തിനെ കൂടി കഴിക്കാം, പിന്നെ വെള്ളയപ്പം ചോറിന് കൂടി കഴിക്കാം കേട്ടോ. പിന്നെ ദോശയില്ലേ, ദോശയെ കൂടിയും കഴിക്കാം കേട്ടോ. ഉപ്പ് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഓക്കെ, ബൈ. ഈ മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ഇടണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് തരണേ എനിക്ക്.